പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. ഇത് സ്മുർന്നയിലെ സഭയ്ക്ക് ദൂതനും എഴുതുന്നതാണെങ്കിലും ഈ കാലഘട്ടങ്ങളിലുമുള്ള എല്ലാ സഭകളോടും വ്യക്തികളോടുമുള്ള ഒരു ദൂതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായി, ഞാൻ നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ കഷ്ടവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. മാത്രമല്ല, സാത്താന്റെ പള്ളിക്കാർ നിങ്ങളെ മുഷിപ്പിക്കുന്നു. നിങ്ങളിൽ ചിലരെ ഇനിയും പീഡിപ്പിക്കുകയും തടവിലാക്കുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ അറിയുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായി, നിങ്ങൾ പേടിക്കേണ്ട. വെളിപ്പാട് പുസ്തകം 2:10. അതിനുള്ള കാരണങ്ങൾ എബ്രായർ 2:14. ഞാൻ ജീവിക്കുന്നവനാണ്, നിങ്ങൾ മരിച്ച ദൈവത്തെ അല്ല സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ്. നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത് റോമൻ ചക്രവർത്തിയുടെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ് എന്ന് കർത്താവ് വിളിച്ചു പറയുന്നു. ഞാൻ കൂടെയുണ്ട്. അകലെ ഇരിക്കുന്നവനെ അല്ല, നിന്റെ മധ്യേ, നിന്റെ നടുവിൽ നിന്നോട് കൂടെയുള്ളവനെയാണ് നാം സേവിക്കുന്നത്. ആദ്യനും അന്ത്യനുമായി ജയാളിയായി കൂടെയുള്ളവൻ. കഷ്ടതയിൽ നിന്നെ ആശ്വസിപ്പിക്കുവാനും നിന്റെ മുറിവുകളെ കെട്ടുവാനും അവൻ കൂടെയുള്ളവനാണ്. കഷ്ടതയിലും കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്ന സഹോദരന്മാരെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാനും മുറിവുകൾ കെട്ടുവാനും ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുകയാൽ നമുക്ക് നമ്മെ തന്നെ അവൻ്റെ പാദത്തിൽ അർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ടോ? മൂന്നാമതായി, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. കഷ്ടതയും കണ്ണുനീരും എല്ലാം മാറിപ്പോകും. 1 കൊരിന്ത്യർ 5:1. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്കുണ്ട്. കൂടാതെ മരണപര്യന്ത വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം നമുക്ക് തരും. വെളിപ്പാട് പുസ്തകം 2:11. നിർവീർപ്പ് കൂടാതെ നമുക്ക് ആ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കിരീടത്തെക്കുറിച്ച് ഓർത്ത് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് തിരുവചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ നമുക്ക് പറയാം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. മറ്റാരറിഞ്ഞാലും നമുക്ക് പ്രയോജനമില്ല. എന്നാൽ അറിയേണ്ടുന്നവനായ നമ്മുടെ കർത്താവ് നമ്മുടെ സകലവും അറിയുന്നു. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും, താങ്കളുടെ വേദനയും പ്രയാസങ്ങളും, ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ നടുവ്, ഇതെല്ലാം കർത്താവ് അറിയുന്നു. അവൻ സർവശക്തൻ. ആ കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സഹായിക്കട്ടെ എന്നോർപ്പിച്ച് ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.